ഹലോ കൂട്ടുകാരെ, ഇങ്ങനെയാണെങ്കിൽ ഇനി ആർക്ക് വേണമെങ്കിലും ലഡ്ഡു ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ വെറുതെ അതിനകത്ത് ബൂങ്കിയൊന്നും തയ്യാറാക്കി അതൊക്കെ ഇതാക്കിയെടുത്ത് ഒന്നും കഷ്ടപ്പാടില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സിമ്പിളായിട്ടൊരു മെത്തേഡ് നോക്കിയാൽ ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ലഡ്ഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആ സിമ്പിളായിട്ടുള്ള ലഡു ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അതിനായിട്ട് ആദ്യമേ തന്നെ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് നമ്മുടെ കുക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ കുക്കിംഗ് സോഡയും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നല്ലൊരു ഇഡലിമാവിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറേശ്ശെ മാത്രം ഒഴിച്ചേ കുഴച്ചെടുക്കാവുള്ളൂ. ഒത്തിരി വെള്ളമായി പോകരുത്. അപ്പോൾ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നല്ല കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാൻ കേട്ടോ. ഇപ്പോൾ ഇവിടെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ലഡുവൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഡാൽഡ, നെയ്യ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നല്ല നമ്മുടെ വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കിയാൽ ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല. അപ്പോൾ നല്ല പോലെ തന്നെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടായി വരുമ്പോൾ ഒരു സ്പൂണിലെടുത്തതായി ഇതുപോലെ വെറുതെ കോരി അങ്ങ് ഒഴിച്ചാൽ മതി. സാധാരണ നമ്മൾ ലഡു ഉണ്ടാക്കുന്ന സമയത്ത് ബൂങ്കി ഉണ്ടാക്കണം. ബൂങ്കി ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ഒരു തവിയുണ്ട്. ആ തവിക്കകത്ത് ഒഴിച്ച് അതുവഴി ചെറിയതായിട്ട് വീണ് അതെല്ലാം ഒന്ന് കോരിയെടുത്ത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ബൂങ്കി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ലഡു ഉണ്ടാക്കാൻ ഭയങ്കര മടിയാവുന്നത്. പക്ഷേ ഇങ്ങനെ തയ്യാറാക്കുവാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഏത് കുഞ്ഞിന് വേണമെങ്കിലും തയ്യാറാക്കാമല്ലോ ഇങ്ങനെ തയ്യാറാക്കിയാൽ. അപ്പോൾ വെറുതെ അങ്ങ് കോരി ഒഴിച്ചാൽ മതി. കോരി ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് കളർ ചേഞ്ചായി പോകരുത്. ജസ്റ്റ് ഒന്ന് നമ്മൾ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ നമ്മളൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിനുശേഷം കളറൊക്കെ ഒന്ന് ഗോൾഡൻ നിറമായാൽ മാത്രം മതി. ഒരുപാട് കരിച്ച് കളയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ക്രിസ്പി ആക്കി എടുക്കണ്ട, കളറും ചേഞ്ച് ആക്കരുത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി കേട്ടോ. ഒരു ഗോൾഡൻ നിറമായാൽ മതി. അതിനുശേഷം നമ്മളിതൊന്ന് മാറ്റി വയ്ക്കണം. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വാർന്ന് പോകട്ടെ. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഇവിടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു മിക്സി ജാർ എടുക്കുക. നനവൊന്നും ഇല്ലാത്തൊരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, ആ മാവിൻ്റെ കൂട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ. കട്ടയൊന്നും ഉണ്ടാവാതെ തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കണേ. ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിനകത്തേക്കുള്ള സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തതിന് ശേഷം പാനി ഉണ്ടാക്കാൻ വേണ്ടി വെക്കുവാണ്. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് 2-3-4 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. പിന്നെ കുറച്ച് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ യെല്ലോ കളർ ചേർക്കണമെന്നില്ല. അതിനുശേഷം പഞ്ചസാര നല്ലതുപോലെ ഇതുപോലെ ഒട്ടി വരുന്ന സമയത്ത് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ, അതും കൂടി അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് നല്ല മാവ് കുഴഞ്ഞു വരുന്ന പോലത്തെ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കണം. ഇപ്പം ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. കുറച്ച് നേരം കുഴച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്നത് സെറ്റ് ആയിക്കോളും കേട്ടോ. ഇതുപോലെ ഒന്ന് നല്ലൊരു മാവ് നമ്മൾ കയ്യിൽ കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്ക് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒന്ന് ചൂടാറിയാൽ മതി. ഒത്തിരി ചൂടാറി പോകരുത്. ചൂടാറി പോയി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയുടെ ഇതാണ് അത് കട്ടിയായിപ്പോൾ പിന്നെ കുഴയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. കയ്യിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്തതിന് ശേഷം കുഴച്ചെടുക്കാം.
അതിനുശേഷം ഒരു മുന്തിരിയും കൂടി അതിൻ്റെ പൊക്കത്ത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഷേപ്പ് എത്ര വലിപ്പം അനുസരിച്ച് വേണോ ആ വലിപ്പത്തിനനുസരിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് നമുക്ക് ലഡു തയ്യാറാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ലഡു തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റാണ്, പിന്നെ സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.